ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നുമെന്നും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നുമെന്നും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രിയമുള്ളവരെ, കർത്താവ് ഈശോ മിശിഹ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിനു മുൻപ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത്, പ്രത്യേകിച്ചും കുരിശുമരണത്തിന് തൊട്ടു മുൻപുള്ള നാളുകളിൽ, തൻ്റെ പീഡാനുഭവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ ശിഷ്യന്മാരെ മുൻകൂട്ടി അറിയിച്ചതിനു ശേഷം, പ്രവചനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം, ശിഷ്യന്മാർ ആകെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നുമെന്നും നിങ്ങളോടുകൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. നമുക്കറിയാം, ഈ സഹായകൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പെന്തക്കുസ്താ ദിനം ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും സഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിനാവായി എഴുന്നള്ളി വന്ന് ശിഷ്യരെ ശക്തിപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നു, ധീരത മതികളാക്കി മാറ്റുന്നു. അവരെ വചനം പ്രസംഗിക്കുന്നതിന്, ലോക അതിർത്തികൾ വരെയും പറഞ്ഞു വിടുന്നതിനായുള്ള കൃപയും അനുഗ്രഹവും ശക്തിയും അവരിലേക്ക് വർഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമുക്ക് തോന്നാം, പെന്തക്കുസ്താ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ ഇറങ്ങി വരുന്നത് വരെയുള്ള സമയം പരിശുദ്ധാത്മാവ് അതിനു മുൻപ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിരുന്നില്ലേ? തീർച്ചയായും രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും ഇനി അങ്ങോട്ട് ലോകാവസാനം വരെയും പരിശുദ്ധാത്മാവ് കർമ്മനിരതനാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരുപക്ഷെ വളരെ കുറവായിരിക്കാം. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പുത്രൻ തമ്പുരാനായ യേശുക്രിസ്തുവിനെ കുറിച്ചും വ്യക്തമായി, വളരെ എക്സ്പ്ലിസിറ്റായി വിവരിക്കുന്നില്ല എങ്കിൽ തന്നെയും ധാരാളം കാര്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സൂചന നൽകുന്ന കാര്യങ്ങൾ കാണുവാനായി സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിനു മീതെ ചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അത് തീർച്ചയായും ഈ ചൈതന്യം പരിശുദ്ധാത്മാവ് തന്നെയാണ്. പ്രപഞ്ച സൃഷ്ടിക്ക്, ലോക സൃഷ്ടിക്ക് തീർച്ചയായും അതിൻ്റെ പൂർണ്ണമായ അളവിൽ തന്നെ പരിശുദ്ധാത്മാവ് സന്നിഹിതനായിരുന്നുവെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭമായി നമ്മൾ കാണുന്ന പഴയ നിയമ ചരിത്രത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമുക്ക് ദർശിക്കുവാനായി സാധിക്കും. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരിലൂടെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. രക്ഷകന്റെ വരവിനെക്കുറിച്ച്, രക്ഷകന്റെ ആഗമനത്തെക്കുറിച്ച്, രക്ഷകൻ നടത്താനിരിക്കുന്ന രക്ഷണീയ ദൗത്യത്തെക്കുറിച്ച് പഴയ നിയമ ഗ്രന്ഥങ്ങളിലുടനീളം നമ്മൾ പ്രവചനങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ സത്യമായും ഈ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് പ്രവാചകരിലൂടെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. പ്രവാചകന്മാരെ ജ്വലിപ്പിക്കുന്നതും അവരിലൂടെ പ്രവചനങ്ങൾ നടത്തുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭയുടെ കാലഘട്ടത്തിലും ഒരുപോലെ കർമ്മനിരതനായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും അതാ കർത്താവ് ഈശോ മിശിഹായുടെ ജനനത്തിന് ശേഷം ഈശോ തിരുവചനങ്ങളിലൂടെ ധാരാളം കാര്യങ്ങൾ ശിഷ്യസമൂഹത്തെ, ജനസമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശങ്ങളും പ്രബോധനങ്ങളും നമുക്ക് കാണുവാനായി സാധിക്കും. ഈശോ തന്നെ കാണുവാൻ രാത്രിയുടെ യാമങ്ങളിൽ കടന്നു വന്ന നിക്കോദേമോസ് എന്ന നിയമപണ്ഡിതനോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നിക്കോദേമോസിനോട് കർത്താവ് പറയുമ്പോൾ, നിക്കോദേമോസ് യേശുവുമായുള്ള സംഭാഷണത്തിന്റെ ആരംഭത്തിൽ ഒരു വീണ്ടും ജനനത്തെക്കുറിച്ച്
കർത്താവ് പറയുമ്പോൾ കാര്യം മനസ്സിലാക്കാതെ നിക്കോദേമോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഒരു പ്രായമായ മനുഷ്യന് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് വീണ്ടും ജനിക്കുക സാധ്യമാണോ എന്ന്. ആ ചോദ്യത്തിന് ഉത്തരമായി, ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈശോ പറയുന്നത്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന്. പരിശുദ്ധാത്മാവിലുള്ള ഒരു പുതുജനനത്തെ കുറിച്ചാണ് നിക്കോദേമോസിനെ ഈശോ പഠിപ്പിക്കുന്നത്. സമരിയാക്കാരി സ്ത്രീയോടും ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശം നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ തരുന്ന ജലം കുടിച്ചാൽ പിന്നീട് നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദാഹിക്കാത്ത, ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ദാഹം വരാത്ത ഈ ജലം, ഈശോ പറയുന്ന ഈ ജലം സത്യത്തിൽ പരിശുദ്ധാത്മാവാണ്. തന്നിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള യേശുനാഥന്റെ പരാമർശവും സത്യത്തിൽ വിരൽ ചൂണ്ടുന്നത് പരിശുദ്ധാത്മാവിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ സമരിയാക്കാരി സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശം നടത്തുന്നു. തന്നെയുമല്ല, അവളോട് ഈശോ പറയുന്നുണ്ട്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നുവെന്ന്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. സമരിയാക്കാരിയോടുള്ള സംഭാഷണത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഈശോ നടത്തുന്നു. ഇതുപോലെ നമ്മൾ വീണ്ടും കാണുന്നു, തിരുനാളിന്റെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ജീവജലത്തിന്റെ അരുവി പരിശുദ്ധാത്മാവ് തന്നെയാണ്. യേശുവിന്റെ മരണാനന്തരം കർത്താവിന്റെ പാർശ്വഭാഗം പിളർക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് അവസാനമായി ഒഴുകിയിറങ്ങുന്ന തിരുജലവും തിരുനിണവും പൗരസ്ത്യ പിതാക്കന്മാരുടെ പഠനമനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. പിന്നെയും നമ്മൾ കാണുന്നു, യേശുനാഥൻ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നു. സഹായകനായി, ലോകാവസാനം വരെയും കൂടെ നിൽക്കുന്ന സഹായകനായി പരിശുദ്ധാത്മാവിനെ കർത്താവ് ഈശോ മിശിഹ വാഗ്ദാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സകല കാര്യങ്ങളും പഠിപ്പിക്കുമെന്നും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നും യേശുനാഥൻ ശിഷ്യന്മാർക്ക് വാഗ്ദാനം കൊടുക്കുന്നു. ആത്മാവിനെ സ്വീകരിക്കുന്ന നാൾ വരെയും നിങ്ങൾ ജെറുസലം വിട്ടു പുറത്തു പോകരുതെന്നും, ആത്മാവിനെ സ്വീകരിച്ച് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ലോകാതിർത്തികൾ വരെയും, ജെറുസലമിലും യൂദയായാലും സമരിയായാലും ലോകാതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യുമെന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിലാണ് നമ്മൾ വ്യക്തമായും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും കണ്ടുമുട്ടുന്നത്. പരിശുദ്ധാത്മാവ് ഏറ്റവും ശക്തമായി ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രഹിക്കുന്നതും വായിക്കുന്നതും മനസ്സിലാക്കുന്നതും അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ ആത്മാവിനാൽ നിറഞ്ഞ് ശക്തി പ്രാപിച്ച് ജ്വലിച്ച് ലോകാതിർത്തികൾ വരെയും ക്രിസ്തുവിന് സാക്ഷികളായി തീരുന്നു. ക്രിസ്തുവചനം പങ്കുവെക്കുന്നു, ക്രിസ്തുവിനെ കൊടുക്കുന്നു. അത് ആത്മാവ് നിറഞ്ഞപ്പോൾ സംഭവിച്ചതാണ്. പ്രത്യേകിച്ചും ആത്മാവിനെ സ്വീകരിച്ച പെന്തക്കുസ്ത ദിനത്തിൽ സംഭവിച്ച അത്ഭുത സംഭവം നമുക്കറിവുള്ളതാണ്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്തുന്നു. ആത്മാവിനാൽ നിറഞ്ഞ് വചനപ്രഘോഷണ പ്രബോധന വരം ഉപയോഗിച്ച് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം ശ്രവിച്ചവരിൽ 3000-ലധികം പേരാണ് ഒരൊറ്റ ദിവസം തന്നെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോടും സഭയോടും ചേരുന്നതായി ആദിമ ക്രൈസ്തവ സമൂഹം രൂപപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. അങ്ങനെ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുമതം സ്വീകരിച്ച, ക്രിസ്തുവിനെ ദൈവമായും രക്ഷകനായും ഏറ്റുപറഞ്ഞ ആ വ്യക്തികളിൽ തീർച്ചയായും യേശുവിനെ വധിച്ചവരും വധിക്കാൻ കൂട്ടുനിന്നവരും വധിക്കാൻ ആക്രോശിച്ചവരുമായ ജനങ്ങളും ഉണ്ടായിരുന്നു. ആ ജനത്തിന്റെ പ്രതിനിധികൾ തന്നെയാണ് തീർച്ചയായും യേശുവിനെ വധിക്കാൻ കൂട്ടുനിന്ന ജനത്തിന്റെ പ്രതിനിധികളിൽ തന്നെ കുറേയധികം ആളുകളൊക്കെ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്നിട്ട് പോലും വധിച്ചവർ തന്നെ മാനസാന്തരപ്പെട്ട് വധിക്കപ്പെട്ടവനെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ചുവെങ്കിൽ, അനുദപിച്ചുവെങ്കിൽ ആ പ്രസംഗം എത്രമാത്രം ശക്തിയുള്ള ഒരു പ്രഘോഷണമായിരുന്നു. എന്തുമാത്രം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സംഭവിച്ച ഒരു വലിയ അത്ഭുതമായിരുന്നു, ഇടപെടലായിരുന്നു അത്. തീർച്ചയായും അത് സാധിച്ചുവെങ്കിൽ ആ അത്ഭുതത്തിന്
കാരണമായി തീരുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് അത്ഭുതകരമായ ആ ഇടപെടൽ അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാനായി സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവവചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ചാണ്. അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ആത്മാവ് നിറഞ്ഞ് കത്തിജ്വലിച്ച വ്യക്തികളാണ് തിരുവചനങ്ങൾ എഴുതുന്നത്. ദൈവാത്മാവിന്റെ സ്വരമായി നമുക്ക് തിരുവചനത്തെ മനസ്സിലാക്കാനായി സാധിക്കും. പഴയ നിയമത്തിൽ നടത്തപ്പെടുന്ന ഓരോ പ്രവചനങ്ങളും, പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള അരുളപ്പാടുകൾ, യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, തീർച്ചയായും ഇതൊക്കെ പ്രവാചകന്മാർ നടത്തിയത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആത്മാവ് ഇന്നും നമുക്കിടയിൽ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നു, നമ്മോട് സംഭാഷിക്കുന്നു, നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ ചില വ്യക്തികൾക്ക് മനസ്സിലാകുന്നു, ചില വ്യക്തികൾക്ക് മനസ്സിലാകുന്നില്ല. എന്തായിരിക്കാം അതിന്റെ കാരണം? പ്രധാനമായി 3 തരം മനുഷ്യരുണ്ട് എന്ന് പറയപ്പെടുന്നു. ഒന്നാമതായി, ദൈവത്തിന്റെ അരുളപ്പാടുകൾ സ്വീകരിച്ചിട്ടും ദൈവം ദൈവമാണെന്നറിഞ്ഞിട്ടും ദൈവത്തിന്റെ നന്മയൊക്കെ മനസ്സിലാക്കിയിട്ടും മനഃപൂർവം അത് നിഷേധിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പിശാചിനെ ആരാധിക്കുകയും കൂട്ടുപിടിക്കുകയും തിന്മയുടെ മാർഗം മനഃപൂർവം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ. ഇതാണ് ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ. ഇനി രണ്ടാമതായി, ശക്തനായൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവർ, അത് മനസ്സിലാക്കിയവർ, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന ഭയമുള്ളതുകൊണ്ട് ദൈവത്തെ ഭയം എന്നൊരൊറ്റ മാനദണ്ഡത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നവർ, അത് പാലിക്കുന്നവർ. ഇനി മൂന്നാമതൊരു കൂട്ടമുണ്ട്. അവർ ആത്മാവിനെ സ്വീകരിച്ചവരാണ്. ആത്മാവിനെ സ്വീകരിച്ച വ്യക്തികൾ സ്നേഹത്തെ പ്രതി കൽപ്പനകൾ അനുസരിക്കുന്നു, സ്നേഹത്തെ പ്രതി ദൈവത്തെ പിൻചെല്ലുന്നു, സ്നേഹത്തെ പ്രതി സൽപ്രവർത്തികൾ ചെയ്യുന്നു. ഭയം കൊണ്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ട്. കാരണം ആത്മാവ് അവരുടെ ഹൃദയത്തിൽ ദൈവിക സ്നേഹത്തിന്റെ കൽപ്പന നിയമം എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്നാമത്തെ ഗണത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ഉയർത്തപ്പെടേണ്ടത്. ആത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ മാത്രം സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റമാണ് ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തപ്പെട്ട് കൽപ്പനകളും നിയമങ്ങളും ഒക്കെ സ്നേഹത്തെ പ്രതി പാലിക്കുവാനും സൽപ്രവർത്തികൾ സ്നേഹത്തെ പ്രതി ചെയ്യുവാനും സ്നേഹത്തെ പ്രതി തന്നെ തങ്ങളുടെ ജീവിതത്തെ നവീകരിക്കാനും തയ്യാറാകുന്നവർ. അവർ മറ്റൊരു സ്വാർത്ഥ താല്പര്യങ്ങളുമില്ലാതെ, മറ്റൊരു തരത്തിലുള്ള പ്രലോഭനപരമായ കാര്യങ്ങളുമില്ലാതെ തന്നെ അവർ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്വീകരിക്കുന്നു, തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്നു. ഒരുപക്ഷെ സുന്ദരമായൊരു പ്രാർത്ഥന നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകാം. ഒരു വിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയാണത്. ദൈവമേ, സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഒരു ദൈവദൂതനെ അയച്ച് നീ സ്വർഗത്തിന്റെ കവാടങ്ങൾ അടച്ചു കളയുക. നരകത്തെ ഭയന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നത് എങ്കിൽ എന്നെ നീ നിത്യനരകാഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളുക. നേരെ മറിച്ച് നിനക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കാൻ ഒരു സ്വാർത്ഥതയും ഇല്ലാതെ, ഒരു ഭയവുമില്ലാതെ, സ്വാർത്ഥതയും പാടില്ല, ഭയവും പാടില്ല. ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ദൈവത്തിന് സ്വന്തമായി നമ്മൾ മാറുന്നു. ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുവാൻ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ സഹായം, പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായേ മതിയാകും. നമ്മൾ തിരിച്ചറിയുക, നഷ്ടപ്പെട്ടുപോയ ദൈവിക ഛായ, ദൈവിക ചൈതന്യം അത് നമുക്ക് തിരിച്ചു നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നഷ്ടപ്പെട്ടുപോയ ദൈവിക ഛായ, ദൈവിക ചൈതന്യം, ദൈവിക കൃപകൾ അത് നമുക്ക് തിരിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ചില പ്രതീകങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായി സാധിക്കും. പ്രധാനമായും നമ്മൾ കാണുന്നു ജലം, അതുപോലെ അഗ്നി, അതുപോലെ തന്നെ പ്രാവ്. ഈ 3 പ്രതീകങ്ങളാണ് ഏറ്റവും ശക്തമായ രീതിയിൽ നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ തൈലം, മേഘം, മുദ്ര, കൈവെപ്പ് തുടങ്ങിയ പ്രതീകങ്ങളിലൂടെയൊക്കെ നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജലം അത് ജീവന്റെ ഒരു അടയാളമാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ജലത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ
നമ്മൾ വ്യക്തമായും കാണുന്നുണ്ട്. ശാസ്ത്രമനുസരിച്ചാണെങ്കിലും ജലത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ജലം ഒരു ജീവന്റെ പ്രതീകമാണ്. ഒരു മനുഷ്യ വ്യക്തി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെടുമ്പോൾ ജലത്തിൽ തന്നെയാണ്, അമ്മയുടെ ഗർഭപാത്രത്തിലെ വെള്ളത്തിലാണ് അവൻ്റെ ജീവന്റെ തുടിപ്പ് ആരംഭിക്കുന്നതും. ജലം ജീവന്റെ പ്രതീകമാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് ജലമായി കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ജീവന്റെ പ്രതീകമായി, ജീവന്റെ ഉറവയായി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാമോദീസ ജലമാണ് കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്ന് കുത്തി തുറക്കപ്പെട്ടപ്പോൾ ഒഴുകിയിറങ്ങിയത്. മാമോദീസ ജലത്തിലൂടെ നമ്മൾ തീർച്ചയായും മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ മക്കളായി ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുമ്പോൾ സംഭവിക്കുന്ന യാഥാർത്ഥ്യവും ഇതുതന്നെയാണ്. ജലത്തിലൂടെ നമ്മൾ വീണ്ടും ജനിക്കുന്നു. ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി നിലകൊള്ളുകയും ചെയ്യുന്നു. രണ്ടാമതായി അഗ്നി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രതീകമാണ് അഗ്നി. അഗ്നിനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ പെന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ എഴുന്നള്ളി വരുന്നത്. മൂന്നാമതായി പ്രാവ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈശോ മിശിഹ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് പ്രാവിൻ്റെ രൂപത്തിലായിരുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 പ്രതീകങ്ങൾ നമ്മൾ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാനായി സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. ഇനി ഇത് കൂടാതെ കാറ്റായി, തൈലമായി, അതല്ലെങ്കിൽ കൈവെപ്പായി, മേഘമായി, മുദ്രയായി, ഇങ്ങനെ പല രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെയായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മാവ് അരൂപിയാണ്, ആത്മാവ് ശരീരമില്ലാത്തവനാണ്. എങ്കിലും നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് ആത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. പരിശുദ്ധാത്മാവ് അഗ്നിനാവായി നമ്മിലേക്ക് പെയ്തിറങ്ങുന്നത്, ജീവജലമായി ഒഴുകിയിറങ്ങുന്നത്, പ്രാവായി പറന്നിറങ്ങുന്നത്, ഇങ്ങനെ മനസ്സിലേതെങ്കിലും ഒരു പ്രതിരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും നന്നായിരിക്കും. ഈശോ മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇനി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളായി പ്രധാനമായി നമ്മൾ കാണുന്നത് 2-3 കാര്യങ്ങളാണ്. ഈശോ നൽകുന്ന 3 പാഠങ്ങൾ. ഒന്നാമതായി, പരിശുദ്ധാത്മാവ് ശിഷ്യരെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ്. സത്യത്തിൽ എന്താണ് സത്യത്തിൻ്റെ പൂർണ്ണത? അത് ഈശോ തന്നെയാണ്, സുവിശേഷ രഹസ്യങ്ങൾ തന്നെയാണ്. ഈശോ തന്നെയായ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. കർത്താവാകുന്ന സത്യത്തിൻ്റെ പൂർണ്ണതയെ യേശുവായി രക്ഷകനായി, ഒരേ ഒരു രക്ഷകനായി, ഒരേ ഒരു കർത്താവായി, ഒരേ ഒരു ലോകരക്ഷകനായി അംഗീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് സ്വമേധയാ സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ സകല പ്രബോധനങ്ങളുടെയും ഉറവിടം ക്രിസ്തു തന്നെയാണ്, സുവിശേഷങ്ങൾ തന്നെയാണ്. ഈശോയും അവിടുത്തെ സുവിശേഷവുമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനങ്ങളുടെ ഉറവിടം. അതുകൊണ്ട് തന്നെ സഭയിലെ വ്യക്തിപരമായ വെളിപാടുകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഇന്നും പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തികളിലൂടെ സംസാരിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് വെളിപ്പെടുത്തലുകൾ നൽകിക്കൊണ്ട്, വെളിപാടുകൾ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്. ഒരു ഉദാഹരണത്തിന് ദിവ്യകാരുണ്യ അത്ഭുതം, ഈശോ മാംസരൂപമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു, മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നു, ആന്തരിക സൗഖ്യം ഉണ്ടാകുന്നു. ഇതൊക്കെ തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റമാണ്, അത്ഭുതകരമായ യാഥാർത്ഥ്യമാണ്. ഇതുപോലെ മൂന്നാമതായി, പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർക്ക് ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കണം, ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ആഗ്രഹം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് അറിയാനുള്ള അമിതമായ ആഗ്രഹം, അത് പലപ്പോഴും എല്ലായ്പ്പോഴും ആത്മീയമായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും അത് മനുഷ്യൻ്റെ ജിജ്ഞാസ മാത്രമാണ്. എപ്പോഴും ഭാവി അറിയണമെന്ന് നിർബന്ധമില്ല.
പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്നു, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്ന് കരുതി എപ്പോഴും നമ്മുടെ ഭാവി അറിയണമെന്ന് വാശി പിടിക്കുന്നതും ഒരു നല്ല കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം അത് മനുഷ്യൻ്റെ ജിജ്ഞാസയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ദാഹം മാത്രമാകാം, ആഗ്രഹം മാത്രമാകാം. അതിൽ ആത്മീയത ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് ഈശോ മിശിഹ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളുടെയൊക്കെ ഒരു സാരസംഗ്രഹം അല്ലെങ്കിൽ ആകത്തുക ഇതാണ്: പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഹായകനായി വർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് സഹായകനാണ് എങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം നമ്മെ സഹായിക്കുക എന്ന ദൗത്യമാണ്, നമ്മളെ സഹായിക്കുക എന്ന ദൗത്യമാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും, ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും പരിശുദ്ധാത്മാവിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുക, സഹായം ചോദിക്കുക. കാരണം ആത്മാവ് സഹായിക്കാനായി നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. ഈശോയുടെ വാഗ്ദാനമാണ് എന്ന കാരണത്താൽ തന്നെ അത് നമ്മുടെ അവകാശവും കൂടിയാണ്. അവകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ യോഗ്യത കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന യാഥാർത്ഥ്യം എന്നല്ല, നേരെ മറിച്ച് ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, തന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശമാണ്. ഒരു ഉദാഹരണത്തിന്, എൻ്റെ അപ്പൻ എൻ്റെ പേരിൽ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുൻപ് എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. അപ്പനത് എഴുതി വെച്ചിരിക്കുന്നു എന്ന കാരണത്താൽ, എൻ്റെ പേരിൽ അത് ആക്കി തന്നിരിക്കുന്നു എന്ന കാരണത്താൽ ഞാൻ അതിൻ്റെ അവകാശിയാണ്. ഇതുപോലെ ഈശോ ഏറ്റവും വലിയ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ഒരു കാരണത്താൽ അത് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശമാണ്. ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ, മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവ് ഒരു കൂട്ടുകാരനായി, ഒരു സഹായകനായി എന്ന് നമുക്ക് അരികിലുണ്ട്. അരികിലുള്ള പരിശുദ്ധാത്മാവിനോട് എന്നും സഹായം ചോദിക്കാൻ, എന്നും സഹായം ആവശ്യപ്പെടാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ ശ്രവിച്ച് ഹൃദയം തുറന്ന് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് തുറവിയുള്ളൊരു ഹൃദയത്തോടെ എന്നും എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും കുറച്ച് സമയം പരിശുദ്ധാത്മാവെ എന്നിൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഒരു 5-10 മിനിറ്റ് സമയമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സംഭവവും, ഏതൊരു പ്രതിസന്ധിയും, ഏതൊരു ബുദ്ധിമുട്ടും, ഏതൊരു പ്രയാസവും ഉണ്ടാകുമ്പോൾ ആത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ച് സഹായം ചോദിച്ച് ആത്മാവിൻ്റെ നിമന്ത്രണങ്ങളെ സ്വീകരിച്ച് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനായി പരിശ്രമിക്കുക. പരിശുദ്ധാത്മാവ് കൃപയായി, നിറവായി നമ്മിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.